ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോർച്ചുഗീസുകാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സെഷൻ എടുത്തിരുന്നു അല്ലേ? അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ PYQ ആയിട്ടായിരിക്കും അടുത്ത ക്ലാസ്സിൽ വരികയെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 40 PYQs വിത്ത് ഓപ്ഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. PSCക്ക് UPSCക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള, മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു 40ഓളം ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് പോർച്ചുഗീസുകാർ, അറൈവൽ ഓഫ് പോർച്ചുഗീസുകാർ അല്ലെ അറൈവൽ ഓഫ് യൂറോപ്യ എന്നതിൽ ഫസ്റ്റ് മൊഡ്യൂൾ, അതായത് പോർച്ചുഗീസുകാരുടെ വരവ്, പോർച്ചുഗീസുകാരുടെ മൊത്തം ഏരിയ നിങ്ങൾക്ക് കവറാവും. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെ അധികം വർത്തായിരിക്കും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ നിരന്തരം ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യം 1. ഫസ്റ്റ് പോർച്ചുഗീസ് ഫാക്ടറി എവിടെയായിരുന്നു തുടങ്ങിയത് എന്നാണ്. ഫസ്റ്റ് പോർച്ചുഗീസ് ഫാക്ടറി എവിടെയായിരുന്നു? ഓപ്ഷൻസ്: A കാലിക്കറ്റ്, B കൊച്ചിൻ, C കണ്ണൂർ, D ഗോവ. ഈ 4 ഓപ്ഷനിൽ A ആണോ, B ആണോ, C ആണോ, D ആണ്? എവിടെയായിരുന്നു ആദ്യത്തെ പോർച്ചുഗീസ് ഫാക്ടറി ആരംഭിച്ചത്? പോർച്ചുഗീസുകാർ അവരുടെ ആദ്യത്തെ ഫാക്ടറി ആരംഭിച്ചത് എവിടെയായിരുന്നു? ഇത് ശരി ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, ആൻസർ ഓപ്ഷൻ ബി ആണ്. അതിൻ്റെ വിശദീകരണം എന്താണ്? വിശദീകരണം 1500 ഈ ഒരു ഫാക്ടറി പോർച്ചുഗീസുകാരെ ആരംഭിക്കുന്നത്. ആരാണ് ആരംഭിച്ചത്? പെഡ്രോ അൽവാരിസ് കബ്രാളാണ്. അതായത് 1500 കബ്രാൾ വരുന്നു. കബ്രാൾ കൊച്ചി രാജാവിനോട് സൗഹൃദം സ്ഥാപിക്കുകയും, കൊച്ചി രാജാവ് എന്താണ്, സാമൂതിരിയെ തുരത്താനുള്ള ഉദ്യമത്തിൽ കബ്രാളുമായി, അതായത് പോർച്ചുഗീസുകാരുമായി സഖ്യമുണ്ടാക്കുകയും അങ്ങനെ പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിലൊരു ഫാക്ടറി കെട്ടാനുള്ള അനുമതി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ പോർച്ചുഗീസുകാർ 1503 ഫോർട്ട് മാനുവൽ എന്നൊരു കോട്ട കൊച്ചിയിൽ പണിയുന്നത്. എവിടെയാണ്? കൊച്ചിയിൽ. 1500 പെഡ്രോ അൽവാരിസ് കബ്രാൾ കേരളത്തിലെത്തുന്നു. കൊച്ചി രാജാവുമായി സഖ്യമുണ്ടാക്കുകയും 1503 ഫോർട്ട് മാനുവൽ എന്ന ആദ്യ കോട്ടയും കൊച്ചി പണിയുന്നു, ഒരു ഫാക്ടറിയും പണിയുന്നു. ഓക്കെ, അപ്പോൾ ചോദ്യം 1 നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ചോദ്യം 2ലേക്ക് കടക്കാം. ചോദ്യം 2 എന്താണ്? ചോദ്യം 2, ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ആരാണ് എന്നതാണ്. അതായത് 10th ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ആരാണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ A വാസ്കോ ഡ ഗാമ, B കബ്രാള്, C അൽമേഡ, D അൽബുക്കർക്ക്. ഇത് ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ A വാസ്കോ ഡ ഗാമ. ഓക്കെ, ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ആരാണ്? വാസ്കോ ഡ ഗാമയാണ്. അതിൻ്റെ ഒരു വിശദീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് വിശദീകരണം പറയുന്നത്? 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് എത്തി. അതായത് പന്തലായനി കടപ്പുറത്ത്, ചേമഞ്ചേരി താലൂക്കിലെ പന്തലായനി കടപ്പുറത്ത് ആണ് ആരെത്തുന്നത്? വാസ്കോ ഡ ഗാമ 1498 മെയ് 20 എത്തുന്നത്. വാസ്കോ ഡ ഗാമ അതിനുശേഷം 2 തവണ വരുന്നുണ്ട്. ഒന്ന് 1502 പിന്നെ 1524 വൈസ്രോയി ആയിട്ട് വരുന്നു. അതേ വർഷം തന്നെ 1524 തന്നെ ഒരു ഡിസംബർ 24 അതായത് ക്രിസ്മസ് ഈവിൽ വാസ്കോ ഡ ഗാമ മലേറിയ ബാധിച്ച്, അതായത് മലേറിയ ഒരുപാട് ഇൻഫെക്ഷൻസ് ബാധിച്ചിട്ട് മരണപ്പെടുന്നു അല്ലേ? എന്നിട്ട് ആദ്യം
കേരളത്തിൽ അടക്കം ചെയ്യുന്നു. പിന്നീട് ജെറോണിമസ് കത്തീഡ്രൽ, അതായത് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത് ജെറോണിമസ് കത്തീഡ്രലിൽ ആണ് ക്രിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ആരാണ് എന്നതാണ്. ശരി ഉത്തരം എന്ന് പറയുന്നത് വാസ്കോഡ ഗാമയാണ്. 1498 വാസ്കോഡ ഗാമ, 1498 മെയ് 20 വാസ്കോഡ ഗാമ കേരളത്തിൽ എവിടെ എത്തുന്നു? കാപ്പാട്. കാപ്പാട് എന്ന് പറയുന്ന സ്ഥലം കൊയിലാണ്ടിക്കടുത്തുള്ള പന്തലായനിയാണ്. ചേമഞ്ചേരി താലൂക്കിലെ പന്തലായനി എന്ന് പറയുന്ന സ്ഥലത്താണ് കാപ്പാട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു. അതിൻ്റെ ഉത്തരം ഒക്കെ നിങ്ങൾക്ക് കൃത്യമായി കിട്ടിയല്ലോ. ഇനി നമുക്ക് ചോദ്യം 3ലേക്ക് കടക്കാം. എന്താണ് ചോദ്യം 3? വാസ്കോഡ ഗാമ സാമൂതിരിയെ കണ്ടു. അതായത് അതിൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് സാമൂതിരിയെ കണ്ടു. രണ്ടാമത്തത് 1 വർഷം താമസിച്ചു. മൂന്നാമത് 1502 വീണ്ടും വന്നു. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരി? അതായത് വാസ്കോഡ ഗാമ 1498 കേരളത്തിലെത്തുന്നു. ഇന്ന് ആദ്യമായി സാമൂതിരിയെ കാണുന്നു. രണ്ടാമത് 1 വർഷം താമസിച്ചു എന്നാണ് പറയുന്നത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 3 എന്താണ് പറയുന്നത്? 1502 വീണ്ടും വന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് എന്താണ്? ഓൾ ആർ കറക്റ്റ് എന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രമാണ് ശരി എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സി പറയുന്നത് 1ഉം 3ഉം മാത്രമാണ് ശരി എന്നാണ്. ഓപ്ഷൻ ഡി പറയുന്നത് 1 മാത്രമാണ് ശരി എന്നാണ്. ഇവിടെ ശരി ഏതാണ്? ശരി ഏതാണ്? ഇവിടെ ആൻസർ സി ആണ് ശരി. അതായത് 1ഉം 3ഉമാണ് ശരി അല്ലേ? ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതോടൊപ്പം തന്നെ എന്താണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. എന്തുകൊണ്ട് 1ഉം 3ഉം ശരിയാവുന്നത്? അതായത് വാസ്കോഡ ഗാമ 1 വർഷം താമസിച്ചു എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ശരിക്കും വാസ്കോഡ ഗാമ എത്ര വർഷം താമസിച്ചിട്ടുണ്ട്? 1 വർഷം പോലും താമസിച്ചിട്ടില്ല. 1498 വരുന്നു, മെയ് 20 വരുന്നു. 3 മാസം കഴിയുമ്പോൾ സാമൂതിരിയുമായി അടിച്ചു പിരിഞ്ഞിട്ട് കണ്ണൂരേക്ക് പോകുന്നു. കണ്ണൂരിൽ നിന്ന് ആവശ്യമായുള്ള ചരക്ക്, അതായത് കൊണ്ടുവന്നതിനേക്കാട്ട് 60 ഇരട്ടി ലാഭത്തിനുള്ള ചരക്കുമായിട്ട് പുള്ളിക്കാരൻ വീണ്ടും എവിടേക്ക് പോകുന്നു? പോർച്ചുഗലിലേക്ക് തിരിച്ചു പോകുന്നു അല്ലേ? ലിസ്ബണിനായിരുന്നു കപ്പൽ കയറി വന്നാൽ ലിസ്ബണിലേക്ക് തിരിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. ഓക്കെ, അപ്പം ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് വാസ്കോഡ ഗാമ സാമൂതിരിയെ കണ്ടു, കേരളത്തിൽ വരുന്നു, സാമൂതിരിയെ കാണുന്നു, പിന്നീട് 1502 വീണ്ടും വരുന്നു. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇവിടെ ശരിയായത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം 4ലേക്ക് പോകാം. എന്താണ് ചോദ്യം 4? കടൽ മാർഗം ഇന്ത്യ കണ്ടുപിടിച്ച വർഷം ഏതാണെന്നാണ് ചോദിക്കുന്നത്. കടൽ മാർഗം ഇന്ത്യ കണ്ടുപിടിച്ച വർഷം. ഇന്ത്യ കണ്ടുപിടിച്ച് എന്ന് പറയുന്നതാണോ ശരി എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഈ ഒരു ചോദ്യം എങ്ങനെയാണ്? കടൽ മാർഗം ഇന്ത്യ കണ്ടുപിടിച്ച വർഷം ഏത് എന്നാണ്. ശരിക്കും ആരാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ? ആദ്യമായി കടൽ മാർഗം ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരായതുകൊണ്ട് തന്നെ 1498 വാസ്കോഡ ഗാമ ആദ്യമായിട്ട് കടൽ മാർഗം ഇന്ത്യയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ 1498 ഇവിടെ ശരി ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 1498 കടൽ മാർഗം ഇന്ത്യ കണ്ടുപിടിച്ചത്. കടൽ മാർഗം ഇന്ത്യയിൽ യൂറോപ്യന്മാരെത്തി എന്ന് പറയുന്നതായിരിക്കും ശരി. ഓക്കെ, 1498. ഇനി നമുക്ക് ചോദ്യം 5ലേക്ക് കിടക്കാം. എന്താണ് ചോദ്യം 5 പറയുന്നത്? 1498 വാസ്കോഡ ഗാമ എത്തിയ നഗരം എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ സിമ്പിൾ ചോദ്യമാണ്, എങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. 1498 വാസ്കോഡ ഗാമ എത്തിയ നഗരം നമ്മൾ മുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ കൊൽക്കത്ത, ബി മുംബൈ, സി കാലിക്കറ്റ്, ഡി ചെന്നൈ. ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, കാലിക്കറ്റിലാണ് വാസ്കോഡ ഗാമ 1498 മെയ് 20 എത്തിയത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. നമുക്ക് അതിനടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താണ്? 16-ാം നൂറ്റാണ്ടിൽ ഡാമൻ ഹൂഗ്ലി
സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നത് ആർക്കാണ് എന്നാണ്. അതായത് 16-ാം നൂറ്റാണ്ടിൽ ദാമൻ, അതുപോലത്തെ ഹൂഗ്ലി തുടങ്ങിയ ഏരിയയിൽ സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നത് സെറ്റിൽമെൻ്റ് ആർക്കാണെന്നാണ്. അതായത് ഓപ്ഷൻസ് എ പോർച്ചുഗീസ്, ബി ഡച്ച്, സി ഫ്രഞ്ച്, ഡി ഡെയിൻസ്. ഇതിൽ ശരി ഉത്തരം എന്ന് പറയുന്ന ആരാണ്? ഓപ്ഷൻ എ പോർച്ചുഗീസിനായിരുന്നു അല്ലേ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ 8 എന്താണ്? 1510 ഗോവ കണ്ടുപിടിച്ച വൈസ്രോയി ആരാണെന്നാണ്. 1510 ഗോവ കണ്ടുപിടിച്ച വൈസ്രോയി. ഓക്കെ, എ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഓപ്ഷനിലുള്ളത്. ബി എന്താണ്? അൽഫോൺസോ ഡി അൽബുക്കർക്കാണ്. സി വാസ്കോഡ ഗാമയാണ്. ഡി നുനോ ഡ കുൻഹയാണ്. ഇവിടെ ശരി ഉത്തരം എന്താണ്? ശരി ഉത്തരം എന്ന് പറയുന്നത് ആൻസർ ബി ആണ്. അൽഫോൺസോ ഡി അൽബുക്കർക്കാണ് 1510 എന്ത് കണ്ടുപിടിക്കുന്നത്? ഗോവ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിന് വിശദീകരണം എന്താണ് കൊടുത്തത്? ബിജാപ്പൂർ സുൽത്താനിലെ യൂസുഫ് അലി ഷായിൽ നിന്നാണ് റിയൽ ഫൗണ്ടർ ആയിരുന്ന അൽഫോൺസോ ഡി, അതായത് പോർച്ചുഗീസ് അധിനിവേശത്തിൻ്റെ റിയൽ ഫൗണ്ടർ, അതായത് ഇന്ത്യയിലെ പോർച്ചുഗീസ് ആധിപത്യത്തിന്, അതായത് അൽഫോൺസോ ഡി അൽബുക്കർക്കായിരുന്നു റിയൽ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ അൽഫോൺസോ ഡി അൽബുക്കർക്ക് ബിജാപ്പൂർ സുൽത്താനെ യൂസുഫ് അലി ഷായിൽ നിന്നാണ് പിടിച്ചെടുക്കുന്നത്? ഗോവ പിടിച്ചെടുക്കുന്നത്. ഗോവ കണ്ടുപിടിച്ചാന്നല്ല കേട്ടോ, ഞാൻ കണ്ടുപിടിച്ചാന്ന് വായിച്ചിട്ട് പോയി. ഗോവ പിടിച്ചെടുക്കുന്നതാണ്. 1510 ഗോവ പിടിച്ചെടുത്ത വൈസ്രോയി ആരാണെന്നാണ് ചോദ്യം. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് അൽഫോൺസോ ഡി അൽബുക്കർക്കാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 9, അതായത് താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവരാത്തത് എന്താണെന്നാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ ടൊബാക്കോ, അതായത് പുകയില. ബി ബെറ്റൽ, അതായത് വെറ്റില. സി കാഷ്യൂ. ഡി എന്താണ്? പൈനാപ്പിൾ. ബി എന്താണ്? ബെറ്റൽ അല്ലേ. സി എന്താണ്? കാഷ്യൂ. ഡി എന്താണ്? പൈനാപ്പിൾ. ഇതിലേതാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവരാത്തത് എന്നാണ്. ഓക്കെ, ഏതാണ്? നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. ഓപ്ഷൻ ബി ആണ്, അതായത് ബെറ്റില അല്ലേ. ബെറ്റൽ എന്ന് പറഞ്ഞാൽ വെറ്റില. വെറ്റിലക്കൊടി എന്ന് പറയുന്ന സാധനം പോർച്ചുഗീസുകാരല്ല ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ബാക്കിയെല്ലാം പോർച്ചുഗീസുകാരാണ് കൊണ്ടുവന്നത്. എന്ത്? ടൊബാക്കോ, പുകയില കൊണ്ടുവന്നതും, കശുവണ്ടി കൊണ്ടുവന്നതും, പൈനാപ്പിൾ കൊണ്ടുവന്നതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. എന്നാൽ ബെറ്റൽ എന്ന് പറയുന്ന, അതായത് വെറ്റില എന്ന് പറയുന്ന ചെടി, അത് പോർച്ചുഗീസുകാരല്ല ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. വിശദീകരണം നോക്കാം. എന്താണ് വിശദീകരണം? ടൊബാക്കോ, അതായത് പുകയില 1605 ഇന്ത്യയിൽ 1605 കൊണ്ടുവരുന്നത്. എന്നാൽ വെറ്റില ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചെടിയായിരുന്നു അല്ലേ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം 10 നോക്കാം. ചോദ്യം 10, ബ്ലൂ വാട്ടർ പോളിസി ആരാണ് കൊണ്ടുവന്നത് എന്നാണ്. അതായത് ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറഞ്ഞാൽ നീല ജല നയം എന്ന് പറയും. PSCക്ക് തുടക്കക്കാർക്ക് മാത്രമേ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം അറിയാറുള്ളൂ. പക്ഷേ നേരത്തെ കുറച്ചെങ്കിലും പഠിച്ചു തുടങ്ങിയ ആളുകൾക്കൊക്കെ അറിയാം. കാരണം യൂറോപ്യന്മാരുടെ ആഗമനം പഠിക്കുമ്പോൾ നമ്മൾക്ക് ഹൃദയസ്ഥമാക്കുന്ന ഒന്നാണ് എന്ത്? ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്നത് ആരാണെന്ന്. ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്ന ഓപ്ഷൻ എ വാസ്കോഡ ഗാമയാണെന്ന് പറയുന്നു. ബി എന്താണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആണെന്ന് പറയുന്നു. സി അൽഫോൺസോ ഡി അൽബുക്കർക്ക് ആണെന്ന് പറയുന്നു. ഡി നുനോ ഡ കുൻഹ ആണെന്ന് പറയുന്നു. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആരാണ്? ആൻസർ ബി, ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ബ്ലൂ വാട്ടർ പോളിസി, അതായത് നീല ജലനയം. എന്താണ് നീല ജലനയം എന്ന് പറഞ്ഞാൽ? അതായത് അതുവരെ അറബികളായിരുന്നു ഇന്ത്യയിലെ വിദേശികൾ എന്ന് പറഞ്ഞിരുന്നത്. പോർച്ചുഗീസുകാർ 1498 മെയ് 20 പോർച്ചുഗീസുകാർ വരുന്നത് വരെ അറബികളുടെ കുത്തകയായിരുന്നു സി എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു? അറബികളെ തുരത്തിക്കൊണ്ട് പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആധിപത്യം ഏറ്റെടുക്കുന്നു. അറബിക്കടലിൻ്റെ കുത്തക അവരുടെ കൈകളിലേക്ക് വരുന്നു. ആ ഒരു കുത്തക കൈയടക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു നയമായിരുന്നു, അത് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു നയമായിരുന്നു ബ്ലൂ വാട്ടർ പോളിസി. പോർച്ചുഗീസുകാരിൽ ആരാണ് അത് കൊണ്ടുവന്നത്? ഫ്രാൻസിസ്കോ ഡി അൽമെയ്ഡയാണ് ഈ ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവരുന്നത്. ഓക്കെ, ഇവിടെ വിശദീകരണം വായിക്കാം. വിശദീകരണം 1505 ആദ്യ വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമെയ്ഡ. അതായത് ഫ്രാൻസിസ്കോ ഡി അൽമെയ്ഡയാണ് ആദ്യ വൈസ്രോയി. ഇതും ഒരു ചോദ്യമാണ് കേട്ടോ. അതായത് ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമെയ്ഡയാണ്. കടലിൻ്റെ സാമ്രാജ്യം, അതായത് കരയിൽ ഞങ്ങൾക്ക് കോട്ട കെട്ടാൻ അനുമതി വേണ്ട, പക്ഷേ ഞങ്ങൾക്ക് കടലിൻ്റെ കുത്തക ഞങ്ങൾക്ക് നൽകണമെന്ന ഒരു രീതിയിലായിരുന്നു അവരുടെ സമീപനം. അങ്ങനെ കടലിൻ്റെ ആധിപത്യം നേടാൻ വേണ്ടി അവരുണ്ടാക്കിയെടുത്തൊരു പോളിസിയായിരുന്നു ബ്ലൂ വാട്ടർ പോളിസി. ഓക്കെ, അപ്പം ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ എല്ലാം ഉത്തരം കൃത്യമായി മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം 11 ചോദ്യം 11 എന്താണ്? പോർച്ചുഗീസ് ഫസ്റ്റ് ക്യാപിറ്റൽ എവിടെയാണെന്നാണ്, അതായത് തലസ്ഥാനം. പോർച്ചുഗീസുകാരുടെ ആദ്യ തലസ്ഥാനം എവിടെയായിരുന്നു എന്നാണ്. ഓപ്ഷൻ എ ഗോവയാണോ, ബി കൊച്ചിനാണോ, സി ഡാമനാണോ, ഡി ദിയു ആണോ? ഡാമൻ, ദിയു, ഓപ്ഷൻ ബി കൊച്ചിൻ, ഓപ്ഷൻ എ ഗോവ. ഇതും PSC പഠിച്ചു തുടങ്ങിയവർക്കൊക്കെ ഈ ഉത്തരം അറിയായിരിക്കാം. എന്നാൽ തുടക്കക്കാർക്ക് പറഞ്ഞു തരാം. ആൻസർ ബി ആണ്, അതായത് കൊച്ചിയിലാണ് പോർച്ചുഗീസുകാരുടെ ഫസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 1505 മുതൽ 1530 വരെയായിരുന്നു കൊച്ചി പോർച്ചുഗീസുകാരുടെ ക്യാപിറ്റലായിരുന്നു. അതിനുശേഷം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റുന്നു, അല്ലേ? അൽബുക്കർക്ക് മാറ്റുന്നു. ഓക്കെ, ഇനി ചോദ്യം 12 എന്താണ്? ഇന്ത്യ വിട്ട അവസാന യൂറോപ്യൻ ശക്തി ആരാണെന്നാണ്. അതായത് ഇന്ത്യയിൽ വന്നിട്ടുള്ള യൂറോപ്യൻ ശക്തികൾ ഏതൊക്കെയാണ്? ആദ്യമായിട്ട് വരുന്നത് പോർച്ചുഗീസുകാരാണ്, പിന്നീട് വരുന്നത് ഡച്ചുകാരാണ്, അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷുകാരാണ്, അതായത് ബ്രിട്ടീഷുകാരാണ്, പിന്നീട് വരുന്നത് ഫ്രഞ്ചുകാരാണ്, പിന്നീട് ഡാനിഷുകാരാണ്, ഡെൻമാർക്കുകാരാണ്, അല്ലേ? അങ്ങനെ കുറച്ചധികം യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ആദ്യമായി വന്നത്, അവസാനം ഇന്ത്യ വിട്ടുപോകുന്നത് ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. എന്നാണ് വരുന്നത്? 1498 മെയ് 20 വരുന്നു. 1961 ഓപ്പറേഷൻ വിജയിലൂടെ അവരെ ഇവിടുന്ന് തുരത്തുന്നു, അല്ലേ? ബ്രിട്ടീഷ്, ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ബ്രിട്ടീഷ്, ഓപ്ഷൻ ബി ഫ്രഞ്ച്, ഓപ്ഷൻ സി ഡച്ച്, ഓപ്ഷൻ ഡി പോർച്ചുഗീസ്. ശരി ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ആരാണ്? പോർച്ചുഗീസുകാരാണ് അവസാനമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തി. വിശദീകരണം എന്താ? 1961 ഡിസംബർ 19 ഓപ്പറേഷൻ വിജയിലൂടെ അവരെ ഇവിടുന്ന് തുരത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 13 13 എന്താണ്? കാർട്ടസ് സിസ്റ്റം ആരുടേതാണെന്നാണ്. അത് കാർട്ടസ് സിസ്റ്റം എന്താണ്? കാർട്ടസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അതായത് കടലിൽ കൂടെ പോർച്ചുഗീസുകാർക്ക് മാത്രം കടലിൻ്റെ കുത്തകയാക്കി വെക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്നിരുന്ന ഒരു പാസ് സിസ്റ്റമാണ് കാർട്ടസ് എന്ന് പറഞ്ഞാൽ ഒരു കടലിൻ്റെ പാസ്സായിരുന്നു. അതായത് മറ്റൊരു കപ്പലുകൾക്കും ഈ കടൽ മാർഗം സാധനങ്ങൾ കടത്താൻ പറ്റില്ല. അങ്ങനെ കടത്തണമെങ്കിൽ അനുമതി വേണം? പോർച്ചുഗീസുകാരുടെ അനുമതി വേണം. ആ അനുമതി ഇല്ലാത്തവരെ കപ്പൽ കയ്യേറുകയോ അവരെ കൊല്ലുന്ന കടലിൽ താത്തുകയോ ചെയ്തിരുന്നു പോർച്ചുഗീസുകാർ. അങ്ങനെ ആ ഒരു കുത്തക നിലനിർത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സിസ്റ്റമായിരുന്നു കാർട്ടസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ആരാണ് കൊണ്ടുവന്നത്? പോർച്ചുഗീസുകാരാണ് കേട്ടോ കൊണ്ടുവന്നത്. ആരാണ്? ആൻസർ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരാണ്. ഓക്കെ, എന്താണ് വിശദീകരണം? എന്താണ്? കാർട്ടസ് ഷിപ്പ് പാസ് ഓർ ലൈസൻസ് എന്നാണ്. കപ്പലിൻ്റെ ഒരു പാസ് അല്ലെ ലൈസൻസിനാണ് കാർട്ടസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചോദ്യം 14 പോകാം. ചോദ്യം 14 എന്താണ്? തുഹാഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ആരാണെന്നാണ്. അത് തുവാഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ആരാണെന്നാണ്. അതിൽ ഓപ്ഷൻ എ സൈനുദ്ദീൻ മഖ്ദൂം കൊടുത്തിട്ടുണ്ട്, ബി കുഞ്ഞാലി മരക്കാർ കൊടുത്തിട്ടുണ്ട്, സി സാമൂതിരി കൊടുത്തിട്ടുണ്ട്, ഡി ഗാമ കൊടുത്തിട്ടുണ്ട്. ആരാണ് തുവാഫത്തുൽ മുജാഹിദീൻ രചിച്ചത്? തുവാഫത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ വ്യക്തമായ വിജയം എന്ന അർത്ഥത്തിലാണ് തുവാത്തുൽ മുജാഹിദീൻ അറിയപ്പെടുന്നത്. ഇതൊരു അറബി ഭാഷയിൽ ഒരു അറബ് വംശജനായിരുന്ന ഒരു യാത്രികനാണ് രചിച്ചത്. ആ യാത്രികൻ്റെ പേരായിരുന്നു സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്നത്. ഇദ്ദേഹം പൊന്നാനിയിലെ ഒരു പള്ളിയിൽ താമസിച്ചുകൊണ്ടാണ് പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയ വിക്ടറിയെ കുറിച്ച് ഈ ഒരു പുസ്തകം എഴുതുന്നത്, ഗ്രന്ഥം രചിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ എ, സൈനുദ്ദീൻ മഖ്ദൂമാണ്. ഇവിടെയുള്ള എന്താണ്, പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകമായിരുന്നു ഇത് കേട്ടോ. അതായത് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ശണ്ട ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പോർച്ചുഗീസുകാർ ഇവിടെ നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പുസ്തകമായിരുന്നത് തുവാത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 14ാമത്തെ ചോദ്യം എന്താണ്? തുവാത്തുൽ മുജാഹിദീൻ രചിച്ചതാരാണെന്നാണ്. തുവാത്തുൽ മുജാഹിദീൻ രചിച്ചതാരാണ്? സൈനുൽ മഖ്ദൂമാണ്. അദ്ദേഹം പൊന്നാനിയിലെ ഒരു പള്ളിയിൽ താമസിച്ചുകൊണ്ട് ഈ കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് എഴുതി തയ്യാറാക്കിയൊരു ഗ്രന്ഥമായിരുന്നു തുവാത്തുൽ മുജാഹിദീൻ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം എന്താണ്? 15ആണ് ചോദ്യം. യൂറോപ്യൻ അറൈവൽ ഓർഡർ ആണ്. യൂറോപ്യൻ അറൈവൽ ഓർഡർ. ഓക്കെ, ഇവിടെ കുറേ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഓപ്ഷൻ ബി ഡച്ച്, പോർച്ചുഗീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഓപ്ഷൻ സി എന്താണ്? ഇംഗ്ലീഷ്, ഡച്ച്, പോർച്ചുഗീസ്, ഫ്രഞ്ച്. ഓപ്ഷൻ ഡി പോർച്ചുഗീസ്, ഇംഗ്ലീഷ്, ഡച്ച്, ഫ്രഞ്ച്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു കോഡ് തന്നിരുന്നു. അതായത് നമ്മളൊക്കെ സോഫ്റ്റ് കോപ്പി ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് PDF എന്ന് അറിയാം, PDF അറിയാം. PDF നമ്മൾ ഇയുടെ ചേർത്ത് PDF, അതായത് P ഫോർ പോർച്ചുഗീസ്, D ഫോർ ഡച്ച്, E ഫോർ ഇംഗ്ലീഷ്, F ഫോർ ഫ്രഞ്ച് എന്ന് തുടങ്ങിയ ഒരു കോഡ് തന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് ഈസി ആയിട്ട് ഓർമ്മിച്ചെടുക്കാൻ പറ്റും, ഈസി ആയിട്ട് റീകോൾ ചെയ്യാൻ പറ്റും അല്ലേ. ആദ്യം ആരാണ് വരുന്നത്? പോർച്ചുഗീസുകാരാണ്. എപ്പോഴാണ് വരുന്നത്? 1498. ഡച്ചുകാർ 1600 വരുന്നു, ഇംഗ്ലീഷുകാർ 1602 വരുന്നു, ഫ്രഞ്ചുകാർ 1661 വരുന്നു അല്ലേ, 69 60 എന്തായാലും ഫ്രഞ്ചുകാരാണ് പിന്നീട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ. ഓപ്ഷൻ എ, 1664 ഫ്രഞ്ചുകാർ വരുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ എ ശരി ഉത്തരമാണ്. ഓക്കെ, അതായത് പോർച്ചുഗീസുകാർ 1498 വരുന്നു. 1498 പോർച്ചുഗീസുകാർ വരുന്നു. 1605 ആര് വരുന്നു? ഡച്ചുകാർ വരുന്നു. 1608 ഇംഗ്ലീഷുകാർ വരുന്നു. 1664 ഫ്രഞ്ചുകാർ വരുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം 16ആണ്. 16 ചോദ്യം എന്താണ്? പോർച്ചുഗീസ് പവറിൻ്റെ റിയൽ ഫൗണ്ടർ ആരാണെന്നാണ്. പോർച്ചുഗീസ് പവറിൻ്റെ റിയൽ ഫൗണ്ടർ ആരാണെന്നാണ് ചോദ്യം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഗാമ, ഓപ്ഷൻ ബി അൽമെയ്ഡ, ഓപ്ഷൻ സി അൽബുക്കർക്ക്, ഓപ്ഷൻ ഡി കുൻഹ എന്നാണ് കൊടുത്തത്. ഇതിന് ശരി ഉത്തരം ഏതാണ്? ഇതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അൽബുക്കർക്കാണ്. അൽഫോൺസോ ഡി അൽബുക്കർക്കാണ് പോർച്ചുഗീസ് പവറിൻ്റെ, അതായത് പോർച്ചുഗീസ് ശക്തിയുടെ യഥാർത്ഥ ഫൗണ്ടർ എന്ന് പറയുന്നത്, യഥാർത്ഥ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓപ്ഷൻ സി ഇനി അടുത്ത ചോദ്യം 17 നോക്കാം. ക്വസ്റ്റ്യൻ 17 നോക്കാം. ക്വസ്റ്റ്യൻ 17 എന്താ പറയുന്നത്? 1498 പോർച്ചുഗീസ് ഫസ്റ്റ് അറൈവ്ഡ് അറ്റ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം ചോദ്യം. ഇനി ക്വസ്റ്റ്യൻ 18 നോക്കാം. അതായത് 18 എന്താ പറയുന്നത്? പോർച്ചുഗീസുകാരുടെ ക്യാപിറ്റൽ, അതായത് തലസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ അത്
എന്താണ് അൽബുക്കർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തെറ്റാണ്. അത് തിരുത്തണം. അത് തിരുത്തി വായിക്കാം. അത് ആരാണ്? ചോദ്യം 18 കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത് ആരാണ്? ഇവിടെ ഓപ്ഷൻസ് അൽമേഡ, ഓപ്ഷൻ എ അൽമേഡ കൊടുത്തിട്ടുണ്ട്, ബി അൽബുക്കർക്ക് കൊടുത്തിട്ടുണ്ട്, ന്യൂനോഡ കുൻഹബ്സി കൊടുത്തിട്ടുണ്ട്, ഡി ഗാമ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റുന്ന അത് വൈസ്രോയി എന്ന് പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറഞ്ഞ ആരാണ്? ന്യൂനോഡ കുൻഹയാണ്. ന്യൂനോഡ കുൻഹയാണ്. 1530 എന്ത് കൊച്ചിയിൽ നിന്നും പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം 19 നോക്കാം. അതായത് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നത് എന്തൊക്കെയാണെന്നാണ് ചോദ്യം പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് കറക്റ്റ്, ഇതിൽ ഏതൊക്കെയാണെന്നാണ്. ഇതിൽ കാട്ടസ് പറയും, പോർച്ചുഗീസുകാരുടെ സംഭാവനകളാണ്. പോർച്ചുഗീസുകാർ ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. എന്താണ്? 1 കാട്ടസ് പറയുന്നുണ്ട്, 2 പ്രിൻറ്റിംഗ് പ്രസ് പറയുന്നുണ്ട്, 3 എന്താണ് ലാസ്റ്റ് ലീവ്, അവസാനമായിട്ട് ഇന്ത്യ വിട്ടവരാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, പോർച്ചുഗീസ് ആണെന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് കണ്ടെത്താനാണിത്. ഇതിൽ കറക്റ്റ് കണ്ടെത്താൻ 1 കാട്ടസ് ഇംപ്ലിമെൻ്റ് ചെയ്തു, 2 പ്രിൻറ്റിംഗ് പ്രസ് കൊണ്ടുവന്ന് അവസാനമായിട്ട് ഇന്ത്യ വിട്ടു പോയവരാണ് പോർച്ചുഗീസുകാരായിരുന്നു അത് എന്ന് പറയുന്നത്. ഇതിൽ ഓപ്ഷൻ ഡി ആണ്. അതായത് 1, 2, 3 ഓൾ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേട്ടോ. ഇനി നമുക്ക് ചോദ്യം 20 പോവാം. എന്താണ്? ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് 1510 ഗോവ പിടിച്ച വൈസ്രോയി ആരാണെന്നാണ്. ഓപ്ഷൻ ഡി എന്താണ്? ഓപ്ഷൻ ബി അൽബുക്കർക്കാണ് ശരി ഉത്തരം കേട്ടോ. ഓപ്ഷൻ ബി അൽബുക്കർക്ക്. ഓക്കെ, ഇനി നമുക്ക് 21ാമത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി, അതായത് ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരെ വാസ്കോഡ ഗാമയാണ്. പക്ഷേ വൈസ്രോയി ആയിട്ടായിരുന്നില്ല ആദ്യമായിട്ട് വരുന്നത്. വാസ്കോഡ ഗാമ വൈസ്രോയി ആയി വരുന്നത് 1524 എന്നാൽ ആദ്യമായിട്ട് വൈസ്രോയി ആയിട്ട് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാർ ആരാണ്? അത് അൽമൈഡയാണ്. ഓപ്ഷൻ ബി അൽമൈഡയാണ് കേട്ടോ. 1505 ആര് അൽമൈഡ വരുന്നത്, വൈസ്രോയി ആയിട്ട് വരുന്നത്. ഇനി ചോദ്യം 22 നോക്കാം. എന്താണ് ചോദ്യം 22? 1498 കാലിക്കറ്റിൽ എത്തിയ സഞ്ചാരി ആരാണെന്നാണ്. ആരാണ് സഞ്ചാരി? അത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്താണ്. ആരാണ്? ഗാമയാണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം 23 നോക്കാം. പെഡ്രോ അൽവാരിസ് കബ്രാൾ ഏത് രീതിയിലാണ് പ്രശസ്തൻ എന്ന് ചോദിക്കുന്നത്. എങ്ങനെയാണ്? 1 എ സീ റൂട്ട് കണ്ടുപിടിച്ചു, ബി കൊച്ചിൻ ഫാക്ടറി സ്ഥാപിച്ചു, സി ഗോവ പിടിച്ചെടുത്തു, ഡി ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. എന്താണ്? കൊച്ചിൻ ഫാക്ടറി സ്ഥാപിച്ചു. 1500 പെഡ്രോ അൽവാരിസ് കബ്രാൾ ആദ്യമായിട്ട് ഒരു കൊച്ചിയിൽ പോർച്ചുഗീസുകാരുടെ ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം 24 നോക്കാം. ചോദ്യം 24 എന്താ? 1509 ദിയു യുദ്ധം ഉണ്ടാകുന്നുണ്ട്. ദാമൻ ആൻഡ് ദിയുല്ലേ, അതിൽ ദിയു യുദ്ധം ഉണ്ടാകുന്നുണ്ട്. ഇത് ആരൊക്കെ തമ്മിലാണെന്നാണ്. അതായത് ഓപ്ഷൻ എ പോർച്ചുഗീസ് വേഴ്സസ് മുഗൾ ആണ് പറയുന്നത്. ഓപ്ഷൻ ബി പോർച്ചുഗീസ് വേഴ്സസ് ഗുജറാത്ത് പ്ലസ് ഈജിപ്ത് പ്ലസ് കാലിക്കറ്റ്. അതായത് ഗുജറാത്തീസും ഈജിപ്ഷ്യൻസും കോഴിക്കോട്ടുകാരും തമ്മിൽ, അതായത് സാമൂതിരിയും തമ്മിലായിരുന്നു ദിയു യുദ്ധം ഉണ്ടായതെന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഓപ്ഷൻ സി പറയുന്നത് പോർച്ചുഗീസ് വേഴ്സസ് ഡച്ച്, പോർച്ചുഗീസുകാരും ഡച്ചുകാരും തമ്മിലായിരുന്നതാണ്. ഓപ്ഷൻ ഡി പറയുന്നത് എന്താണ്? പോർച്ചുഗീസുകാർ വേഴ്സസ് മറാത്ത തമ്മിലാണെന്നാണ്. ഇവിടെ ശരി ഉത്തരം എന്താണ്? അതായത് ദിയു യുദ്ധം 1509 സംഭവിക്കുന്നത്. ശരി ഉത്തരം എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരും ഗുജറാത്തീസും ഈജിപ്ഷ്യൻസും പ്ലസ് കാലിക്കറ്റ്, അതായത് സാമൂതിരിയും, ഇവർ തമ്മിലായിരുന്നു ദിയു യുദ്ധം 1509 നടക്കുന്നത്. വിശദീകരണം: അൽമൈഡയാണ് ഇതിൽ ജയിക്കുന്നത്. ആരാണ്? അൽമൈഡ ജയിച്ചു, അതായത് പോർച്ചുഗീസുകാരാണ് ജയിക്കുന്നത്. 1509 ഫെബ്രുവരി 3
1509 ഫെബ്രുവരി 3-ന് ഫെബ്രുവരി 3-നാണ് കേട്ടോ നടക്കുന്നത്. 1509 ഫെബ്രുവരി 3-ന് ദിയു, അതായത് അറബിക്കടലിലെ ദിയു തുറമുഖത്ത് വെച്ച് ആണ് ദിയു യുദ്ധം നടക്കുന്നത്. ഈ ഒരു യുദ്ധം അതായത് പോർച്ചുഗീസ് ചരിത്രത്തിലെ ഒരു നിർണായക യുദ്ധമായിരുന്നു. അന്ന് ആ യുദ്ധത്തിൽ പങ്കെടുത്തവർ ആരൊക്കെയായിരുന്നു? പോർച്ചുഗീസ് സാമ്രാജ്യവും ഗുജറാത്തിലെ സുൽത്താനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈജിപ്ഷ്യയിലെ മാംലൂക്കുകൾ എന്ന് പറയും, ഈജിപ്ഷ്യയിലെ മാംലൂക്കുകൾ, പിന്നെ കോഴിക്കോട് സാമൂതിരി എന്നിവരുടെ ഒരു സംയുക്ത നാവിക സേനകൾ തമ്മിലായിരുന്നു ഈ അറബിക്കടലിലെ ഒരു തുറമുഖത്ത് വെച്ച് ഈ യുദ്ധം നടന്നത്. എന്തിനു വേണ്ടിയായിരുന്നു? ദിയു തുറമുഖം പോർച്ചുഗീസുകാർക്ക് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതിൽ ആരാണ് വിജയിക്കുന്നത്? പോർച്ചുഗീസുകാരാണ് വിജയിക്കുന്നത്. അതായത് അറബിക്കടലിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക തട്ടിയെടുക്കാനുള്ള പോർച്ചുഗീസുകാരുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ദിയു യുദ്ധം ഉണ്ടാവുന്നത് കേട്ടോ. അങ്ങനെ ഈ ദിയു യുദ്ധത്തോടു കൂടി എന്ത് സംഭവിക്കുന്നു? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര പാതകളിൽ പോർച്ചുഗൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നു. അതായത് ഈ അറബിക്കടലിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും കുത്തകാര് കൈയടക്കുന്ന ഈ ദിയു യുദ്ധത്തോട് കൂടിയിട്ട് പോർച്ചുഗീസുകാർ കൈയടക്കുന്നു. അങ്ങനെ ഈ ഒരു ഏഷ്യൻ സമുദ്രങ്ങളാണല്ലോ. അപ്പോൾ അറബിക്കടലാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രങ്ങളാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഏഷ്യൻ സമുദ്രങ്ങളാണ്. ഇതിൻ്റെ ഒരു നിയന്ത്രണം ആരുടെ കൈകളിലേക്ക് വരുന്നു? ഇതോടുകൂടി പോർച്ചുഗീസുകാരുടെ കൈകളിലേക്ക് വരുന്നു. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 25 വാസ്കോഡ ഗാമ മരിച്ച വർഷം ഏതാണെന്നാണ്. ഓപ്ഷൻ എ 1520, ഓപ്ഷൻ ബി 1524, ഓപ്ഷൻ സി 1530, ഓപ്ഷൻ ഡി 1535. വാസ്കോഡ ഗാമ മരിക്കുന്നത് എന്നാണ്? 1524 ഡിസംബർ 24-ന് ഒരു ക്രിസ്മസ് ഈവിന് ആണ് വാസ്കോഡ ഗാമ കൊച്ചിയിൽ വെച്ച് മരിക്കുന്നത്. അങ്ങനെ ആദ്യം കൊച്ചിയിലെ ഒരു ചർച്ചിൽ അടക്കം ചെയ്യുകയും പിന്നീട് അത് പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയിട്ട് പോർച്ചുഗീസിലെ ജെറോണിമസ് കത്തീഡ്രലിൽ ക്രിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 26. എന്താണ് ചോദ്യം? 1605 പോർച്ചുഗീസ് എന്തൊക്കെയാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് എന്നാണ്. അതായത് ഈ ഒരു ചോദ്യം നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തതാണ്, എങ്കിലും ഇവിടെയും കൂടെ ഒന്ന് പറഞ്ഞു പോകാം. 1605 പോർച്ചുഗീസുകാർ എന്തൊക്കെ കൊണ്ടുവന്നത്? ഇവിടെ ഓപ്ഷൻസ്: എ പൊട്ടാറ്റോ പറയുന്നുണ്ട്, ബി ടൊബാക്കോ പറയുന്നുണ്ട്, സി കോഫി പറയുന്നുണ്ട്, ഡി ടീ പറയുന്നുണ്ട്. ഓക്കെ, ഡി ഓപ്ഷൻ ടി ആണ് പറയുന്നത്. ശരി ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി മാത്രമാണ്. എന്താണ്? ടൊബാക്കോ, അതായത് പുകയില മാത്രമാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നത്. എന്നാൽ പുകയില മാത്രമല്ല അവർ കൊണ്ടുവന്നിരുന്നത്. പൈനാപ്പിൾ കൊണ്ടുവന്നത് അവരാണ്, കശുവണ്ടി കൊണ്ടുവന്നത് അവരാണ്, അല്ലേ? അങ്ങനെ തുടങ്ങി ഒരുപാട് പപ്പായ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പിന്നെ മേശ, വിജാഗിരി, ജനല് തുടങ്ങിയുള്ള പദങ്ങൾ ഇന്ത്യക്ക് സംഭാവന ചെയ്തതാരാണ്? എസ്പെഷ്യലി കേരളത്തിന് സംഭാവന ചെയ്തതാരാണ്? മേശ, ബെഞ്ച്, വിജാഗിരി, പതക്കം തുടങ്ങിയ പദങ്ങളും മലയാളത്തിന് സംഭാവന ചെയ്തത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, ഇനി ഓപ്ഷൻസ് ഇനി ക്വസ്റ്റ്യൻ 27 പോകാം. എന്താണ് 27 പറയുന്നത്? പോർച്ചുഗീസ് ഡിക്ലൈൻ, അതായത് പോർച്ചുഗീസുകാർ എവിടേക്കാണ് ഡിക്ലൈൻ അധപ്പതിച്ചത് എന്നാണ് ചോദിക്കുന്നത്. പോർച്ചുഗീസ് സാമ്രാജ്യം എവിടേക്ക് ഉണ്ടായിരുന്നു, അത് എവിടേക്ക് അധപ്പതിച്ചിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഹൂഗ്ലി, 1632 മുഗളുമായിട്ടുള്ള യുദ്ധത്തിൽ അധപ്പതിച്ചു. പിന്നെ ബെസൈനിൽ 1739 മറാത്തയുമായിട്ടുള്ള യുദ്ധത്തിൽ. പിന്നെ ഓപ്ഷൻ സി കൊച്ചിൻ 1663 ഡച്ചുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ. ഡി ഓൾ ഓഫ് ദ എബവ് എന്നാണ്. അങ്ങനെ പോർച്ചുഗീസുകാർ അധപ്പതിക്കാനുണ്ടായ പോർച്ചുഗീസ് സാമ്രാജ്യം തകരാനുണ്ടായ കാരണങ്ങളാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? 1632 മുഗളരുമായിട്ടുണ്ടായിരുന്ന യുദ്ധത്തിലും. പിന്നെ ബി എന്താണ്? ബെസീനിൽ 1739 മറാത്തയിൽ 1739 മറാത്തരുമായിട്ടുണ്ടായിരുന്ന യുദ്ധത്തിൽ. കൊച്ചിയിൽ എന്താണ്? 1663 ഡച്ചുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ. എല്ലാത്തിലും വിക്ടറി ആർക്കായിരുന്നു? ഇവർക്ക് ഓപ്പോസിറ്റുള്ള ആളുകൾക്കായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ പോർച്ചുഗീസുകാരന്
പോർച്ചുഗീസുകാർക്ക് എന്ത് സംഭവിച്ചു? പതനം സംഭവിച്ചു. ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്താണ് 1663 ഡച്ചുകാരുമായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നുണ്ട് അല്ലേ? അതായത് ഡച്ച് പോർച്ചുഗീസ് യുദ്ധങ്ങൾ 17-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടാകുന്നത്. 1663 എന്ന് പറയുന്നത് 17-ാം നൂറ്റാണ്ടാണല്ലോ. അതായത് പോർച്ചുഗീസുകാരുമായി നിരന്തരം അവർക്ക് ശത്രുതയിലായിരുന്നു, നിരന്തരം യുദ്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ കൊച്ചി, കൊടുങ്ങല്ലൂർ, ശ്രീലങ്ക തുടങ്ങിയ പ്രദേശങ്ങൾ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുക്കുന്നു. അപ്പം തന്നെ പോർച്ചുഗീസുകാരുടെ ശക്തി ക്ഷയിക്കുന്നുണ്ട്. അതായത് കൊച്ചി, കൊടുങ്ങല്ലൂർ, ശ്രീലങ്ക തുടങ്ങിയ പ്രദേശങ്ങൾ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ, അതായത് 1663 മാത്രമല്ല 17-ാം നൂറ്റാണ്ടിൽ ഉടനീളം പല ഘട്ടങ്ങളിലായി ഡച്ചുകാരുമായിട്ടുള്ള ശത്രുത ഉണ്ടാവുന്നുണ്ട്, ഡച്ചുകാരുമായിട്ടുള്ള യുദ്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പോർച്ചുഗീസുകാരുടെ ആധിപത്യം ക്ഷയിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ക്ഷയിക്കാനുണ്ടായ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, പോർച്ചുഗീസ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു രാജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തിക ശക്തിയൊക്കെ വളരെ കുറവായിരുന്നു, സാമ്പത്തിക നിലയൊക്കെ വളരെ തുച്ഛമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഡച്ച് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ തുടങ്ങിയിട്ടുള്ള വൈദേശിക ശക്തികളുടെ ആയുധങ്ങളോടും അവരുടെ യുദ്ധതന്ത്രങ്ങളോടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അങ്ങനെയാണ് ക്ഷയിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറാഠ ആക്രമണങ്ങളാണ് ഇവിടെ പറയുന്നുണ്ട്. അതായത് ഓപ്ഷൻ ബി പറയുന്നത് ബസൈൻ 1739, ബസൈൻ മറാത്ത അല്ലേ? 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അതായത് പേഷ്വ ബാജിറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള മറാഠകൾ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് സാൽസൈറ്റ്, ബസീൻ തുടങ്ങിയ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട്. അതായത് ബസീനിൽ 1739 പേഷ്വ ബാജിറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള മറാഠകൾ അതായത് മറാത്തർ എന്ത് ചെയ്യുന്നു? പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് സാൽസൈറ്റ്, ബസീൻ തുടങ്ങിയ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നു. പിന്നീട് 1961 ഇന്ത്യയുടെ സൈനിക നടപടികളിലൂടെ പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്തുന്നു. 1961 ആ ഒരു നടപടിയുടെ പേരായിരുന്നത് ഓപ്പറേഷൻ വിജയ്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്നു. അതായത് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷവും. അങ്ങനെ 1961 ഡിസംബറിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ വിജയിലൂടെ പോർച്ചുഗീസ് ഭരണത്തിന് പൂർണ്ണമായും അന്ത്യം കുറിക്കുന്നു. പിന്നീട് അതായത് മറ്റു കാരണങ്ങളുണ്ട് കേട്ടോ. അതായത് ബ്രിട്ടീഷുകാരുടെ വരവ് പോർച്ചുഗീസുകാരുടെ ശക്തിക്ഷയത്തിന് കാരണമായിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷുകാരുടെ ആർമി എന്ന് പറയുന്നത് വളരെ ശക്തരും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ള ആളുകളുമായിരുന്നു. അതിനോട് പിടിച്ചു നിൽക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിയാതെ വരുന്നു. പിന്നെ പോർച്ചുഗീസുകാർ നടത്തിയ ചില നയങ്ങളുണ്ടായിരുന്നു, മതപരമായ അസഹിഷ്ണുത ഉണ്ടായിരുന്നു. അതായത് നിർബന്ധിത മതപരിവർത്തനവും ആക്രമണങ്ങളും ഒക്കെ അവർ അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യൻ ജനതയിൽ പോർച്ചുഗീസുകാരോടുള്ള എതിർപ്പ് വർദ്ധിപ്പിക്കുകയും അങ്ങനെ പ്രാദേശികമായുള്ള ഒരുപാട് ചെറുത്തുനിൽപ്പുകൾ പോർച്ചുഗീസുകാർ നേരിടേണ്ടി വരുന്നു. പിന്നെ ഈ പോർച്ചുഗീസുകാരിൽ ഇവിടെ എത്തിയിട്ടുള്ള പോർച്ചുഗീസുകാരിൽ തന്നെ അവരുടെ ഉദ്യോഗസ്ഥർ നടത്തിയ അഴിമതിയും ഭരണപരമായ പരാജയവും ഒരു കാരണമായിരുന്നു. പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാരിലെ അഴിമതി യൂറോപ്പിൽ നിന്നുള്ള ഭരണാധികാരികളുടെ കഴിവുകേടും ഈ ഒരു സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ശരിയുത്തരം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഈ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനും ശരിയാണ്. അതായത് ഹൂഗ്ലിയിൽ മുഗളരുമായിട്ടുള്ള 1632 യുദ്ധം കാരണമാണ്. പിന്നെ ബസീൽ 1739 മറാത്തരുമായിട്ടുള്ള പേഷ്വ ബാജിറാവുമായിട്ടുള്ള യുദ്ധം കാരണമായിട്ടുണ്ട്. പിന്നെ കൊച്ചിയിൽ ഉള്ള യുദ്ധം, കൊച്ചി സാമൂതിരിയുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പിന്നീട് അതുണ്ടാവുന്നുണ്ട്. കൊച്ചി ബ്രിട്ടീഷുകാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് 1663 ഡച്ചുകാരുമായിട്ടുള്ള യുദ്ധം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഈ എല്ലാ ഓപ്ഷനും ഇതിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം 28ലേക്ക് കടക്കാം. എന്താണ് ചോദ്യം 28 പറയുന്നത്? 1498 സാമൂതിരി ആ ചോദ്യം നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതായത് സാമൂതിരിയുടെ പേരെന്താണെന്നാണ്. അതായത് 1498 കോഴിക്കോടിൻ്റെ രാജാവ് എന്ന് പറയുന്ന ആരാണ്? സാമൂതിരിയായിരുന്നു. അതിൽ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ മാനവിക്രമ നെയിം നോട്ട് ക്ലിയർ വേണ്ട. അത് സ്ഥാനപ്പേരാണ്, സാമൂതിരിയുടെ സ്ഥാനപ്പേര് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശരിക്കും ഇവിടെ സാമൂതിരി എന്ന് തന്നെയാണല്ലോ. അതുകൊണ്ട് ആ ചോദ്യം നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്ക് ചോദ്യം 29 എടുക്കാം. ചോദ്യം 29 എന്താണ്?
പോർച്ചുഗീസിൽ നിന്ന് ആദ്യം അതായത് ആദ്യം വിമോചിപ്പിച്ച പ്രവിശ്യ ഏതാണെന്നാണ്. അത് ഗോവ, ദാമൻ, ദിയു, ഓപ്ഷൻ സി ദിയു, അല്ലെ ദാദ്ര നാഗർ ഹവേലി. ഏതാണ് ആൻസർ? ഡി ആണ്. ദാദ്ര നാഗർ ഹവേലിയാണ് ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. അതായത് 1954 പോർച്ചുഗീസ് ദാദ്ര നാഗർ ഹവേലി വിമോചനം ഉണ്ടാകുന്നു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ 30 നോക്കാം. ക്വസ്റ്റ്യൻ 30 എന്താണ്? ഇന്ത്യയിൽ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചത് ആരാണെന്നാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചത്. അത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അത് എവിടെയാണ്? കൊച്ചിയിലാണോ? 1550 കൊച്ചിയിലാണോ? ബി 1556 ഗോവയിലാണോ? സി ദാമനിലാണോ? 1560 ദാമനിലാണോ? ഡി ദിയുവിലാണോ? 1560 ദിയുവിലാണോ എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. എവിടെയാണ്? ഓപ്ഷൻ ബി 1556 ഗോവയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കുന്നത്. ആരാണ് സ്ഥാപിക്കുന്നത്? പോർച്ചുഗീസുകാരാണ്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം 31 നോക്കാം. ചോദ്യം 31 എന്താണ്? പോർച്ചുഗീസുകാർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു മാരേജ് പോളിസി ഉണ്ട്. അത് നടപ്പാക്കിയത് ആരാണെന്നാണ് ചോദ്യം 31. അതായത് ആ ഒരു പോളിസി നടപ്പാക്കിയ അതിന് പേരെന്താണ്? ഈ ചോദ്യം തന്നെ തെറ്റാണല്ലേ. അതായത് 31 പോർച്ചുഗീസ് യുവാക്കളെയും ഇന്ത്യയിലെ പ്രാദേശികമായ യുവതികളെയും പരസ്പരം വിവാഹം ചെയ്യിച്ചുകൊണ്ട് പോർച്ചുഗീസ് സാമ്രാജ്യം ഇവിടെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോളിസി നടപ്പാക്കുന്നുണ്ട്. അതായത് വിവാഹ ഉടമ്പടിയാണ്. അത് ഒരു വിവാഹ പോളിസി ആയിരുന്നു. അത് നടപ്പാക്കിയത് ആരാണ്? അൽബുക്കർക്കായിരുന്നു അത് നടപ്പിലാക്കിയത് കേട്ടോ. അതായത് ചോദ്യം 31 എന്താ പറയുന്നത്? പോർച്ചുഗീസ് മാരേജ് പോളിസി നടപ്പാക്കിയത് ആരാണെന്നാണ്. ഇത് നടപ്പാക്കിയത് എന്തിൻ്റെ പേരിലാണ്? മാരേജസിൻ്റെ പേരിലാണ്. അതായത് പോർച്ചുഗീസ് യുവാക്കളെയും ഇന്ത്യയിലെ പ്രാദേശിക യുവതികളെയും തമ്മിൽ വിവാഹം ചെയ്യിച്ചുകൊണ്ട് ഇവിടെ പോർച്ചുഗീസുകാരുടെ കുട്ടികളെ വളർത്തിയെടുത്തിട്ട് പോർച്ചുഗീസ് ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അൽബുക്കർക്ക് കൊണ്ടുവന്നിരുന്ന ഒരു പോളിസിയായിരുന്നു എന്ത്? പോർച്ചുഗീസ് മാരേജ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം 32 പോകാം. ചോദ്യം 32 അതാണ് സീസർ ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. അതായത് കിഴക്കിൻ്റെ സീസർ എന്നറിയപ്പെടുന്ന ആരാണെന്നാണ്. ഓപ്ഷൻ എ അൽമൈഡയാണോ? ഓപ്ഷൻ ബി അൽബുക്കർക്കാണോ? ഓപ്ഷൻ സി കുൻഹയാണോ? ഡി കാസ്ട്രോ ആണോ? ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ആരാണ് കിഴക്കിൻ്റെ സീസർ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി അൽബുക്കർക്കാണ് കിഴക്കിൻ്റെ സീസർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഏഷ്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന് അടിത്തറ പാകുന്നത് ആരാണ്? അൽഫോൺസോ ഡി അൽബുക്കർക്കാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്? കിഴക്കിൻ്റെ സീസർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ മികച്ച ഭരണ നയതന്ത്രജ്ഞതയും യുദ്ധവിജയങ്ങളും കൊണ്ട് അദ്ദേഹത്തിന് റോമൻ സാമ്രാജ്യത്തിൻ്റെ വികാസത്തിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള ജൂലിയസ് സീസറെ പോലെ ആണ് അൽബുക്കർക്കെന്ന് പറയുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് അൽബുക്കർക്കിനെ കിഴക്കിൻ്റെ സീസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ചോദ്യം 32 എന്നാണ് സീസർ ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ്. ഓപ്ഷൻ ബി ആണ്. എന്താണ്? അൽബുക്കർക്കാണ്. എന്തുകൊണ്ടാണ് അൽബുക്കർക്കിന് കിഴക്കിൻ്റെ സീസർ എന്ന് പറയുന്നത്? ആരാണ് യഥാർത്ഥ സീസർ എന്ന് പറഞ്ഞാലും? അതായത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്നു സീസർ എന്ന് പറയുന്നത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ വികാസത്തിന് ചുക്കാൻ പിടിച്ച ജൂലിയസ് സീസറിനെ പോലെ അത്രയും പ്രാഗൽഭ്യം നേടിയ ആളായിരുന്നു അൽബുക്കർക്ക് എന്ന് പറയുന്നത്. അതായത് പോർച്ചുഗീസ് ആധിപത്യത്തിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്നു അൽബുക്കർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അൽബുക്കർക്കിനെ
കേക്കിൻ്റെ സീസർ എന്ന് വിളിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം 33 എന്താണ്? അതായത് ചോദ്യം 31-ൻ്റെ മറ്റൊരു വേർഷനാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. ചോദ്യം 31 തന്നെയാണ് കേട്ടോ. അതായത് പോർച്ചുഗീസിൽ ഇൻ്റർമാരേജ് എൻകറേജ് ചെയ്തത് ആരാണെന്നാണ്. പോർച്ചുഗീസിലല്ല, ഇന്ത്യയിലാണ് ഇൻ്റർമാരേജ് എൻകറേജ് ചെയ്തത്. പോർച്ചുഗീസുകാരെ കൊണ്ട് ഇന്ത്യക്കാരെ വിവാഹം ചെയ്യിപ്പിക്കാനുള്ള, എസ്പെഷ്യലി കേരളത്തിലുള്ള യുവതികളെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാനുള്ള ഒരു പോളിസി കൊണ്ടുവരുന്നു. അതാരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? അത് ഓപ്ഷൻ ബി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം 31-ൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അൽഫോൺസ ഡി അൽബുക്കർക്കായിരുന്നു അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം 34 നോക്കാം. അതായത് മാച്ച് ചെയ്യാനാണ്. ആ ചോദ്യം നമുക്ക് സ്കിപ്പ് ചെയ്യാം, അത് ക്ലിയർ ഇല്ല ചോദ്യം. നമുക്ക് ചോദ്യം 35 നോക്കാം. ചോദ്യം 35 എന്താണ്? ചോദ്യം 35 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, അതും നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 34, 35 നമ്മൾ സ്കിപ്പ്. ചോദ്യം 36 എന്താണ്? 36 ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 1605 കൊടുത്തിട്ടുണ്ട്, ബി 1632 കൊടുത്തിട്ടുണ്ട്, സി 1663 കൊടുത്തിട്ടുണ്ട്, ഡി 1739 കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷം ഏതാണ്? അതായത് പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചുകൊണ്ട് ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുക്കുന്ന വർഷമാണ് ഓപ്ഷൻ സി ആണ്, 1663. ആൻസർ അതുകൊണ്ട് തന്നെ 1663 ആണ് ശരി. ഓക്കെ, ഇനി ഇവിടെ കമൻറ്ററിയോസ് എഴുതിയത് ആരാണെന്നാണ് ചോദിക്കുന്നത്. കമൻറ്ററിയോസ് എന്ന് പറഞ്ഞാൽ അതായത് അൽബുക്കർക്കിൻ്റെ മകനായിട്ടുള്ള എന്താണ്, ബ്രാസ് ഡി അൽബുക്കർക്കിൻ്റെ മകനായിരുന്നു ബ്രാസ് ഡി അൽബുക്കർക്ക്. അദ്ദേഹം പിതാവിൻ്റെ, അതായത് തൻ്റെ പിതാവായിരുന്ന അൽബുക്കർക്കിൻ്റെ ഇന്ത്യയിലെ ഭരണത്തെയും പോർച്ചുഗീസ് സാമ്രാജ്യത്വ ചരിത്രത്തെയും കുറിച്ചുള്ള ഒരു വിവരണം എഴുതുന്നുണ്ട്. അതിനെയാണ് കമൻറ്ററിയോസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രസിദ്ധീകരിച്ച വർഷം എന്ന് പറയുന്നത് 1557-ലാണ്. അത് ലിസ്ബണിൽ ആദ്യമായിട്ട് അച്ചടിക്കുന്നുണ്ട്. ഓക്കെ, കമൻറ്ററിയോസ് അത് എഴുതിയിട്ടുള്ള ആരാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ആരാണ്? അൽഫോൺസോ ഡി അൽബുക്കർക്കിൻ്റെ മകനായിട്ടുള്ള ബ്രാസ് ഡി ആണ്. അതായത് ഓപ്ഷൻ ബി ആണ് ശരി. ഓക്കെ, ബ്രാസ് ഡി അൽബുക്കർക്ക്, സൺ ബ്രാസ് ഡി അൽബുക്കർക്ക്. ഓക്കെ, കമൻറ്ററിയോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽബുക്കർക്കിൻ്റെ ഭരണതന്ത്രത്തെയും പോർച്ചുഗീസ് സാമ്രാജ്യത്വ ചരിത്രത്തെയും കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതുകയാണ്. ആര്? അൽബുക്കർക്കിൻ്റെ മകനായിട്ടുള്ള സൺ ബ്രാസ് ഡി അൽബുക്കർക്ക്. ഓക്കെ, ബ്രാസ് ഡി അൽബുക്കർക്ക്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 38 ഇതാണ്: ഇന്ത്യയിലെ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഏതാണെന്നാണ്. ഇതൊക്കെ നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് നമുക്ക് 38 സ്കിപ്പ് ചെയ്യാം. ഇനി 39 ഓപ്പറേഷൻ വിജയ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഓപ്പറേഷൻ വിജയ് എന്താണ്? പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ നിന്നും കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി, അതായത് പറഞ്ഞു വിടുന്നതിന് വേണ്ടി ഇന്ത്യൻ ആർമി നടത്തിയ ഒരു സൈനിക ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. അത് 1961-ലാണ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഗോവ, ഡാമൻ, ദിയു തുടങ്ങിയ പ്രവിശ്യകളിൽ നിന്നും പോർച്ചുഗീസുകാരെ തുരത്തുന്നതിന് വേണ്ടി 1961 ഡിസംബർ 18, 19 തീയതികളിൽ ഇന്ത്യൻ ആർമി ഓപ്പറേഷനാണ് നടത്തിയ ഇന്ത്യൻ ആർമി ഓപ്പറേഷൻസാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ചോദ്യം 40 ഇന്ത്യ വിട്ട അവസാന വൈദേശിക ശക്തി ഏതാണ്? ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. ആരായിരുന്നു? ആൻസർ ഡി ആണ്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യ വിട്ട അവസാന വൈദേശിക ശക്തി എന്ന് പറയുന്നത്. 1961-ലാണ് ബ്രിട്ടീഷ്, അതായത് പോർച്ചുഗീസുകാർ ഇന്ത്യ വിടുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്നത് എപ്പോഴാണ്?
പോർച്ചുഗീസുകാർ ഇന്ത്യ വിടുന്നത് 1961 ഡിസംബർ 19-നാണ്. ബ്രിട്ടീഷുകാർ 1947, ഫ്രഞ്ചുകാർ 1954 ഇന്ത്യ ഒഴിഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഏകദേശം ഒരു 10-35ഓളം ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത്, അതിൽ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്കൊരു 10-30 ചോദ്യങ്ങൾ എന്തായാലും കൃത്യമായിട്ട് അതിൻ്റെ വിശദീകരണങ്ങളും ഉത്തരവുമായിട്ട് ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു 10th പ്രിലിംസോ ഡിഗ്രി ലെവലൊക്കെ എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് പോർച്ചുഗീസുകാരുടെ അധിനിവേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സുകളും ഇതുപോലെ വ്യത്യസ്ത ടോപ്പിക്കുകളായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്ത് പോവുക. എങ്കിലാണ് നമുക്ക് ചാനൽ എല്ലാവരിലേക്ക് റീച്ച് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ സീ യു. അടുത്ത വീഡിയോയിൽ കാണാം.